BJP ജയിക്കാൻ പോകുന്ന പാർട്ടിയല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആളുകൾ പറയുന്നു BJP അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരം നിങ്ങൾ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏത് മണ്ഡലത്തിലും വിജയിച്ചു കയറാൻ പറ്റുമെന്ന തോന്നൽ ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഉരുക്ക് കോട്ടയാണ് മുഖ്യമന്ത്രി മത്സരിച്ച് ജയിച്ച ധർമ്മടം മണ്ഡലം. ഇന്നലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ കാണാൻ വേണ്ടി ധർമ്മടം മണ്ഡലത്തിൽ CPM-ന്റെ ഉരുക്ക് കോട്ടയിൽ ഒഴുകിയെത്തിയത് 5000-ലേറെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ആളുകളാണ്. നമ്മുടെ ഓഫീസിലെയും ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫുകൾ അവിടെ പോയിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള പരാതികൾ കേട്ട് ഞെട്ടിപ്പോവുകയാണ്. ധർമ്മടം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത്, നമ്മുടെ മണ്ഡലത്തിന്റെ മാത്രമല്ല, ധർമ്മടം എന്ന് പറയുന്ന സ്പെസിഫിക് പ്രദേശത്ത് 20-നടുത്ത ആളുകളാണ് ജപ്തി ഭീഷണിയിലുള്ളത്. അവരാ ജപ്തിയുടെ നോട്ടീസ് കൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ അടിയിലേക്ക് വരികയാണ്. ഞങ്ങളെ രക്ഷിക്കണം, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് എത്രയോ വട്ടം പറഞ്ഞു, ഞങ്ങളുടെ MLA-യോട് ഒരു കാര്യവുമില്ല, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ വേണ്ടി മണ്ഡലത്തിലെ ആളുകൾ വരികയാണ്. വീടില്ലാത്തവർ, കുടിവെള്ളമില്ലാത്തവർ, എന്തെല്ലാം പരാതികളാണ്. ഏകദേശം 5000-ഓളം പരാതികളാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ കൈകളിലേക്ക് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് മാത്രം കിട്ടിയത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.